പ്ലസ് വണ്ണിലേക്ക് സിംഗിൾ വിൻഡോയിലൂടെ അല്ലെങ്കിൽ ഏകജാലകത്തിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആദ്യമായി തന്നെ നിങ്ങൾ കുട്ടിയുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണം കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട്. എപ്പോഴും പ്ലസ് വണ്ണിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഓൺലൈനിലൂടെയാണ്. ഒരു ജില്ലയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ മതി. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് സ്കൂളിലോ അല്ലെങ്കിൽ അക്ഷയയിലോ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ജില്ലയിൽ നമ്മൾ കൊടുക്കുമ്പോൾ എത്ര സ്കൂളുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ് ഏത് ബാച്ചാണ് അല്ലെങ്കിൽ ഏത് കോമ്പിനേഷനാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ സയൻസ് ബാച്ചാണ് വേണ്ടത് എന്ന് വിചാരിക്കുക. അതിൻ്റെ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളുകൾ മുൻഗണനാ ക്രമത്തിൽ എഴുതി വെക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്കൂൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണെങ്കിൽ അത് 1, അവിടുത്തെ സ്കൂളിൻ്റെ കോഡ്, കോഴ്സിൻ്റെ കോഡ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം താഴോട്ട് നിങ്ങൾ ഏതൊക്കെ സ്കൂളുകൾക്കാണ് കൊടുക്കാനിരിക്കുന്നത് അതെല്ലാം കൊടുക്കുക. ഏകദേശം 6-7 സ്കൂളുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ചെന്നതിന് ശേഷം സ്കൂൾ കോഡും കോഴ്സിൻ്റെ കോഡും ഒക്കെ നോക്കി വരുമ്പോഴത്തേക്കും കുറേ സമയം പിടിക്കും. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി അത് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സയൻസാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളിൽ സയൻസിൻ്റെ കോമ്പിനേഷൻ ഒന്നാമത്തെ ഇതായിട്ട് വെച്ചു. അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ ചോയ്സായിട്ട് വെക്കുന്നത് കൊമേഴ്സ് ആ സെയിം സ്കൂളിൽ വെച്ചു. മൂന്നാമത് മറ്റൊരു സ്കൂളിൽ നിങ്ങൾ സയൻസ് വെച്ചു. നാലാമത് ആ സ്കൂളിലെ കൊമേഴ്സ് വെച്ചു അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വെച്ചു. അങ്ങനെ വെക്കാനേ പാടില്ല. അത് വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് സയൻസ് തന്നെയാണ് വേണ്ടതെങ്കിൽ ആദ്യം സയൻസ് തന്നെ ക്രമമായിട്ട് കൊടുക്കുക. അതിനുശേഷം ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സ് വെക്കുക. ഇനി നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ബാച്ച് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു 3-4 സ്കൂളുകൾ സമീപ പ്രദേശത്തുള്ള സ്കൂളുകളിലെ ഹ്യൂമാനിറ്റീസിൻ്റെ മാത്രം ചോയ്സ് വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള ബാച്ചസിൻ്റെ അല്ലെങ്കിൽ കോമ്പിനേഷൻസിൻ്റെ വെക്കുക. അത് മറന്നു പോകരുത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഒരുപാട് ദൂരെയുള്ള സ്കൂളുകളിൽ വെക്കാൻ പാടില്ല ഓപ്ഷൻസ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരെയുള്ള സ്കൂളുകളിലാണോ ഓപ്ഷൻസ് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കഴിയുമ്പോൾ നിങ്ങൾ ആ സ്കൂളിലേക്ക് പോകണം. അത്രയും ദൂരം പോകാൻ പറ്റുമോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഓപ്ഷൻസ് വെക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ കൊണ്ടുപോകേണ്ടതാണ്. അതിനകത്തൊരു OTPയുടെ നമ്പറൊക്കെ വരുന്നതാണ്. പിന്നെ നിങ്ങൾ സയൻസ് ക്ലബ്ബ് അല്ലെങ്കിൽ സോഷ്യൽ ക്ലബ്ബ് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടിയത് അല്ലെങ്കിൽ ബോണസ് കിട്ടിയ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് സയൻസ് ബാച്ച് വേണം അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാച്ച് വേണം. പക്ഷേ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് ചിലപ്പോൾ ആ സ്കൂളുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളുകളിൽ ജനറൽ മെറിറ്റിൽ കിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ കിട്ടുന്നില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഏതെങ്കിലും മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ചേരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ചേരണമെന്നുണ്ടെങ്കിൽ അവിടെ 2 തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. മാനേജ്മെൻറ്റ് കോട്ടയുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ ആപ്ലിക്കേഷൻ ഫോം. പക്ഷേ ഇത് രണ്ടുമല്ലാതെ നിങ്ങൾ ഓൾറെഡി എന്ത് കൊടുത്തിരിക്കണം, നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് കോട്ടയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും അവിടെ അഡ്മിഷൻ കിട്ടും. അതായത് അവർ ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ ഇത്ര മാർക്ക് കൂടുതൽ വേണമെന്നൊക്കെ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കാം. ഇനി കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ ഈ മാനേജ്മെൻറ്റ് ഏത് കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണോ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അതും ഈ ജനറൽ മെറിറ്റ് പോലെ ഈ മെറിറ്റ് ലിസ്റ്റ് വിടുവാണ്. ആ മാർക്കിനനുസരിച്ച് ആണ് അല്ലെങ്കിൽ ആ ഗ്രേഡിനനുസരിച്ച് മാത്രമേ ഉള്ളൂ, മെറിറ്റിനനുസരിച്ച് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോസ്പെക്ടസ് വായിച്ചാൽ തീർച്ചയായിട്ടും അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പ്രോസ്പെക്ടസിലുള്ള കാര്യങ്ങളെല്ലാം നന്നായി വായിച്ചതിന് ശേഷം വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഇപ്പം ജനറൽ മെറിറ്റ് ഉണ്ട്, അല്ലാതെ തന്നെ സംവരണം, റിസർവേഷനുള്ള സീറ്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് സ്കൂളിൽ, അതായത് എയ്ഡഡ് സ്കൂളുകളിൽ മാത്രം കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മറന്നു പോകരുത്, ഓൺലൈൻ സിംഗിൾ വിൻഡോയിലൂടെ ഏകജാലകത്തിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ നിങ്ങൾക്ക് ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ ചേർക്കേണ്ടതുമാണ്.